കർത്താവിനെ ആരാധിക്കാനായിട്ട് കടന്നു വന്ന എല്ലാ പ്രിയ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ബീന സഹോദരിയെ കണ്ടത് സന്തോഷമായി. ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനം പറയും. ഒരു പ്രസംഗകൻ എന്ന നിലയിലുള്ള ഒരു ബുദ്ധിമുട്ട് ചില അവസരങ്ങളിൽ നമുക്ക് മനുഷ്യരോട് വിയോജിക്കേണ്ടി വരുന്നു എന്നതാണ്. മനുഷ്യരോട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ സഹോദരങ്ങളോട് തന്നെ ചിലപ്പോൾ നമുക്ക് വിയോജിക്കേണ്ടതായിട്ട് വരുന്നു. വിയോജിക്കുക എന്ന് പറയുമ്പോഴത് സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ സമീപനങ്ങളുണ്ട്. ഒരു സമീപനം അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക, അതാണ് ഒരു സമീപനം. വേറെ ഒരു സമീപനം എന്ന് പറയുന്നത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളെക്കുറിച്ച് ഒരു നിലപാട് എടുക്കാതിരിക്കുക. അത് ഒരിക്കലൊരു പാസ്റ്ററുടെ അടുക്കൽ ഒരു വ്യക്തി വന്ന് വേറെ ഒരു വ്യക്തിയുമായിട്ട് അദ്ദേഹം വഴക്കിലാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കുറ്റങ്ങളും തൻ്റെ വഴക്കിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രതിയോഗി വന്നിട്ട് ഇദ്ദേഹം പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ പാസ്റ്ററോട് പറഞ്ഞു. പാസ്റ്റർ അതെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം പാസ്റ്റർ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴേ ഇത് കേട്ടുകൊണ്ട് നിന്ന ഭാര്യ പാസ്റ്ററോട് പറഞ്ഞു, എൻ്റെ അച്ചായ, രണ്ടുപേര് വ്യത്യസ്തമായിട്ട് വിപരീതമായ രീതിയിൽ കാര്യം പറഞ്ഞപ്പോൾ അതെങ്ങനെ രണ്ടും ഒരുപോലെ ശരിയാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ വ്യക്തമായ ഒരു നിലപാട് എടുക്കാതിരുന്നാൽ പ്രശ്നമില്ല. എല്ലാവരും പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ വ്യക്തമായ നിലപാടുകൾ സ്വീകരിച്ച ആളുകളാണ് ദൈവത്തിൻ്റെ സഭയുടെ നിർമ്മലതയും ഉപദേശവും നിലനിർത്തിയത്. 4-ാം നൂറ്റാണ്ടിൽ മഹാനായ അത്തനേഷ്യസ്, 5-ാം നൂറ്റാണ്ടിൽ ഓഗസ്റ്റീൻ, 11-ാം നൂറ്റാണ്ടിൽ ജോൺ വിക്ലിഫ്, 14-ാം നൂറ്റാണ്ടിൽ ജോൺ ഹസ്, 15-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതർ. ഇങ്ങനെയൊക്കെയുള്ള ദൈവമക്കൾ അവർ ബോധ്യപ്പെടുത്തിയ നിലപാടുകൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടം സഹിച്ച ആളുകൾ. അവരാണ് നമ്മളുടെ സഭാപിതാക്കന്മാർ. അവരോട് നമുക്ക് ഒരുപാട് കടപ്പാട് ഉണ്ട്. ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു വിഷയമാണ്. ഞാൻ ആദ്യമേ ആ വേദഭാഗം വായിക്കാം, എന്നിട്ട് എന്താണ് ഈ വ്യത്യാസം എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന് പേരുള്ള, അതിനേക്കാളും മെച്ചം നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ശിമോൻ, കുറേനക്കാരനായ ലൂക്കിയോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച് എൻ്റെ പ്രസംഗം ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ,
അവിടുത്തെ വചനം ഞങ്ങൾക്ക് തന്ന വലിയവനായ ദൈവമേ, അതിനെ സത്യസന്ധമായി മനസ്സിലാക്കുവാനും അതിനോട് ന്യായമായി പ്രതികരിക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയ്ക്കായിട്ട് നന്ദി, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളോട് പറഞ്ഞത് ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് അപ്പോസ്തലപ്രവൃത്തി 13-ാമത്തെ അധ്യായം വളരെ ശ്രദ്ധേയമായ, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളെ സംബന്ധിച്ച് അതൊരു വഴിത്തിരിവിൻ്റെ അധ്യായമാണ്. ഇറ്റ് ഈസ് ആക്ച്വലി എ ടേണിംഗ് പോയിൻറ്റ് ഇൻ ദി ബുക്ക് ഓഫ് ദി ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ അത് ഒരു വഴിത്തിരിവാണ്. അത് വഴിത്തിരിവാണെന്ന് പറയാനുള്ള കാരണം 1-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, ആകയാൽ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞതിൽ ആദ്യത്തെ 3 കാര്യങ്ങൾ ഏതാണ്ട് വിജയകരമായ രീതിയിൽ പൂർത്തീകരിച്ചതിന് ശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം സാക്ഷികളായിരിക്കുക എന്ന് പറയുന്ന ആ പരിപാടിക്ക് പ്രത്യേകമായ ഒരു മുന്നേറ്റം വരുന്ന, അതിനായിട്ട് തുടക്കം കുറിക്കുന്ന ആ അധ്യായമാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ 13-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നേരിടുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ അതിനെക്കുറിച്ച് പറയും. ഒന്ന്, 13-ാമത്തെ അധ്യായമാണ് മിഷനറി പ്രവർത്തനത്തിൻ്റെ ആരംഭം എന്ന് ചിന്തിക്കാനായിട്ട് പാടില്ല. മിഷനറി പ്രവർത്തനത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് 13-ാമത്തെ അധ്യായമാണ് എന്ന് ചിന്തിക്കരുത്. കാരണം ഞാൻ സാധാരണ പറയുന്നത് പോലെ 13-ാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ എന്താണ്? 12 അധ്യായങ്ങൾ കഴിഞ്ഞിട്ടാണ് 13-ാമത്തെ അധ്യായം. അങ്ങനെയല്ലേ? ഞങ്ങളുടെ നാട്ടിലെങ്ങനെയാണ്? 12 അധ്യായങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് 13-ാമത്തെ അധ്യായം. അതുകൊണ്ട് 12 അധ്യായങ്ങളിൽ നടന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ 13-ാമത്തെ അധ്യായത്തിലേക്ക് വന്ന് ഇവിടെയാണ് നമ്മൾ മിഷനറി പ്രവർത്തനം ആരംഭിക്കുന്നത് എന്ന് പറയുന്നത് സ്വീകാര്യമായ ഒരു പ്രസ്താവനയല്ല. നമ്മൾ അപ്പോസ്തലനായ പത്രോസിൻ്റെ പ്രവർത്തനമാണ് പ്രധാനമായും ആദ്യ ഭാഗത്ത് കാണുന്നത്. അതിനോട് ചേർന്ന് സ്തേഫാനോസ് എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യൻ്റെ ലോകത്തിൻ്റെ അറ്റത്തോളം സുവിശേഷം എത്തിക്കണം എന്നുള്ള ആ ഒരു വലിയ ആഹ്വാനം, അതിൽ നിന്നും പങ്കെടുക്കാനൊന്നും തനിക്ക് സാധിച്ചില്ല, കൊല്ലപ്പെട്ടു എന്ന് നമുക്കറിയാം. എന്നാൽ അദ്ദേഹമാണ് സുവിശേഷ പ്രവർത്തനം യെരുശലേമിൻ്റെ 4 ചുവരിനുള്ളിൽ നിൽക്കാൻ പാടില്ല, അതിന് ലോകവ്യാപകമായ പ്രസക്തിയുണ്ട് എന്ന് വളരെ ശക്തമായി പറഞ്ഞ ആദ്യത്തെ ആൾ അദ്ദേഹമാണ്. അതിനുശേഷം ഫിലിപ്പോസിനെ നമ്മൾ കാണുന്നു. അദ്ദേഹത്തിൻ്റെ മിഷനറി പ്രവർത്തനം വളരെ വിജയകരമായ രീതിയിൽ അദ്ദേഹം എവിടെയാണ്? ശമരിയ പ്രദേശങ്ങളിൽ നടത്തി. അതിനുശേഷം നമ്മൾ 9-ാമത്തെ അധ്യായത്തിൽ കാണുന്ന വളരെ ശ്രദ്ധേയമായ കാര്യം പൗലോസിൻ്റെ മാനസാന്തരമാണ്, ശൗലിൻ്റെ മാനസാന്തരമാണ്. ശൗല് മാനസാന്തരപ്പെട്ട് വളരെ അത്ഭുതകരമായ രീതിയിലാണ് അദ്ദേഹം മാനസാന്തരപ്പെട്ടതെന്ന് നമുക്കറിയാം. ആ അവസരത്തിൽ 2 കാര്യങ്ങൾ പൗലോസിന് ലഭിച്ചു, അല്ലെങ്കിൽ തനിക്ക് ബോധ്യമായി എന്ന കാര്യം നമുക്കറിയാം. ഒന്ന്, അദ്ദേഹത്തിന് സുവിശേഷം ബോധ്യപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന സുവിശേഷം എനിക്ക് അത്ഭുതകരമായ രീതിയിൽ ദൈവം വെളിപ്പെടുത്തി തന്നു എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാമത് അദ്ദേഹത്തിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ജാതികളുടെ സുവിശേഷവൽക്കരണം, അതിനുവേണ്ടി വേർതിരിക്കപ്പെട്ട അപ്പോസ്തോലൻ എന്ന നിലയിൽ പ്രത്യേകമായൊരു ദൗത്യം, അതും ഈ സന്ദർഭത്തിൽ തന്നെയാണ് അപ്പോസ്തലനായ പൗലോസിന് ലഭിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട അപ്പോസ്തലനായ പൗലോസ് അത് ഏകദേശം AD 32 കാലഘട്ടങ്ങളിലാണ് എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോസ്തലനായ പൗലോസിൻ്റെ മാനസാന്തരം എന്ന് പറയുന്നത് AD 32 ആണ്. അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് AD 45 ആണ്. AD 45 ആണ് അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായം. അപ്പോൾ ഏകദേശം 13 വർഷം അപ്പോസ്തലനായ പൗലോസ് സുവിശേഷ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നു, മിഷനറി പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്
മിഷണറി പ്രവർത്തനത്തെക്കുറിച്ച് 9-ാമത്തെ അധ്യായത്തിൻ്റെ 27 മുതലുള്ള വാക്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ചുരുക്കമായൊരു വിവരണം മാത്രമേ ലൂക്കോസ് ആ കാലഘട്ടത്തെ സംബന്ധിച്ച് നൽകുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ദമസ്കോസിൽ വെച്ച് അദ്ദേഹം മാനസാന്തരപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം അവിടെ അറേബ്യയിലേക്ക് പോയി എന്ന് പറയുന്ന പ്രസ്താവന നമുക്കവിടെ കാണാം. അറേബ്യ എന്ന് പറയുന്ന സ്ഥലം നാബറ്റിയൻ കിങ്ഡം എന്ന് പറയുന്നതായ സ്ഥലമാണ്. അവിടുത്തെ രാജാവിൻ്റെ പേര് അരേത രാജാവ്, അരറ്റസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അരേത രാജാവാണ് ഈ നാബറ്റിയൻ അറേബ്യൻ ആ പ്രദേശത്തെ രാജാവ് അദ്ദേഹമാണ്. അപ്പോൾ അവിടെ പ്രവർത്തിച്ചപ്പോൾ ചില ആളുകൾ പറയും 13-ാമത്തെ അധ്യായം വരെ അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രവർത്തനം ഒരു പരാജയമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ പച്ചയായിട്ട് പറയില്ല, എങ്കിലും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളൊന്നും 13 വർഷം അപ്പോസ്തലനായ പൗലോസിന് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ശരിയല്ല. കാരണം അദ്ദേഹം 2 കൊരിന്ത്യർ അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിലല്ലേ പറഞ്ഞപ്പോൾ പറഞ്ഞു, അരേബ്യ രാജാവിൻ്റെ ചേവകര് എന്നെ പിടിക്കാനായിട്ട് നഗരത്തിന് കാവൽ വെച്ചു. ആ അവസരത്തിൽ സഹോദരന്മാർ എന്നെ ഒരു കൊട്ടയിലാക്കി ജനൽ വഴിയായിട്ട് ഇറക്കി വിട്ടു എന്ന് പറയുന്ന ഒരു പ്രസ്താവന. അത് താൻ അറബിയ അല്ലെങ്കിൽ നെബറ്റിയൻ കിങ്ഡം എന്ന് പറയുന്ന സ്ഥലത്ത് വേല ചെയ്യുമ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ്. എന്തിനാണ് ഈ അരേബ്യ രാജാവിന് ഇത്ര പ്രയാസം? എന്താ പൗലോസ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചേവകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്? അതിന് കാരണമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ അറേബ്യ എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോസ്തലനായ പൗലോസ് ചെയ്ത മിഷണറി പ്രവർത്തനം അവിടെ വിപ്ലവകരമായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി. അത് സാമൂഹികമായിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കി. അവിടെയുള്ള യഹൂദന്മാരും മറ്റു ആളുകളുമായിട്ട് അവിടെ പ്രശ്നമായി. ഇതിന് കാരണം ആരാണ് എന്ന് അന്വേഷിച്ചപ്പോൾ അരേബ്യ രാജാവിൻ്റെ ചേവകർ പറഞ്ഞു, ഒരാളുണ്ട്, പൗലോസ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്, അതിയാനാണ് ഇതിൻ്റെ കക്ഷി, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അവനെ പിടിക്കണം എന്ന് തീരുമാനിച്ചു. അപ്പം അങ്ങനെയാണ് നഗരവാതിലിന് കാവൽ നിൽക്കുന്നത്. അങ്ങനെയാണ് അവസരത്തിലാണ് സഹോദരന്മാർ അദ്ദേഹത്തെ ഒരു കൊട്ടയിലാക്കി അതിൻ്റെ മതിലിൻ്റെ വെളിയിൽ കൂടെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അദ്ദേഹം ഓടിപ്പോയി. അങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അപ്പോൾ പൗലോസിൻ്റെ മിഷണറി പ്രവർത്തനം ഒരു വലിയ വിജയമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അതിനുശേഷം 9-27 മുതലാണ് എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ പത്രോസിൻ്റെ മിഷണറി പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ലിഡ എന്ന് പറയുന്ന സ്ഥലത്ത്, പിന്നീട് യോപ്പ എന്ന് പറയുന്ന സ്ഥലത്ത്, പിന്നെ കൈസരിയ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയൊക്കെ മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് കൊർന്നല്യോസിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നത്. അവിടെയാണ് ആദ്യമായിട്ട് ജാതികളുടെ മധ്യത്തിലേക്കുള്ള സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഒരു ഔദ്യോഗിക ഉദ്ഘാടനം അപ്പോസ്തലനായ പത്രോസാണ് നടത്തുന്നത്. അപ്പം അതുകൊണ്ട് ഇതുവരെ സുവിശേഷ പ്രവർത്തനം ഒന്നും നടന്നിട്ടില്ല. 13-ാമത്തെ അധ്യായത്തിലാണ് സുവിശേഷ മിഷണറി പ്രവർത്തനം ആരംഭിക്കുന്നത് എന്ന നിലയിൽ നമ്മൾ ഈ വേദഭാഗത്തെ കാണാനായിട്ട് പാടില്ല എന്നതാണ് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിനോട് ചേർത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് 13-ാമത്തെ അധ്യായം അപ്പോസ്തലനായ പൗലോസിനെയും ബർന്നബാസിനെയും സംബന്ധിച്ച് സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഒരു പുതിയ മുഖമാണ്. ഇതുവരെയും ഇത്രയും വിശാലമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം അപ്പോസ്തലനായ പൗലോസിനും ബർന്നബാസിനും ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊരു പുതിയ തുടക്കം, അല്ലെങ്കിൽ ആരംഭം എന്ന് പറയാൻ പറ്റത്തില്ല, അവരുടെ വേലയിലെ ഒരു പുതിയ മുഖം എന്ന് ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ അതാണ് അപ്പോസ്തല പ്രവൃത്തികളെ സംബന്ധിച്ച് പറയുമ്പോൾ 13-ാമത്തെ അധ്യായത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അതാണ്. ഇനിയും തദ്ദേശിക സഭകളുടെ മധ്യത്തിൽ ഈ വേദഭാഗത്തുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയാം. തദ്ദേശിക സഭകളുടെ മധ്യത്തിൽ ഈ വേദഭാഗത്തിനുള്ള പ്രാധാന്യം, തദ്ദേശിക സഭകളുടെ അതിലുള്ള ഒരു വിഭാഗം സഹോദരന്മാരെ പറയുന്നത്, ദൈവം സഭകളുടെ സുവിശേഷ പ്രവർത്തനത്തിന് ഒരു രീതി ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. അതിനെ അവർ ഡിവൈൻ ഡിസൈൻ ഫോർ മിനിസ്ട്രി, ദൈവത്തിൻ്റെ ശുശ്രൂഷയുടെ ക്രമീകരണം എന്നാണ് വിളിക്കുന്നത്. ഡിവൈൻ ഡിസൈൻ ഫോർ മിനിസ്ട്രി. അപ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യമേറിയ വാക്യമെന്ന് പറയുന്നത് എഫേസ്യർ 4:11 എഫേസ്യർ 4:11 ഈ ഡിവൈൻ ഡിസൈൻ ഓഫ് മിനിസ്ട്രി, ദൈവം ഒരുക്കുന്ന മിഷണറി പ്രവർത്തനം അല്ലെങ്കിൽ ശുശ്രൂഷയുടെ ക്രമീകരണം എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രാധാന്യമേറിയ വാക്യം 4:11. അവിടെ
കർത്താവ് നൽകിയ ദാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ ദാനമായി പറയുന്നത് അപ്പസ്തലന്മാരാണ്. അപ്പസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഇടയന്മാരും, അങ്ങനെ 5 ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് അപ്പസ്തലന്മാരാണ്. അപ്പോൾ നമ്മുടെ സഹോദരന്മാർ പറയും, എഫേസ്യർ 4:11 പറയുന്ന അപ്പസ്തലന്മാർ അപ്പോസ്തലന്മാരല്ല, അല്ലെങ്കിൽ ശരിക്കുള്ള അപ്പോസ്തലന്മാർ അല്ല. അവർ 2ാം തര അപ്പോസ്തലന്മാരാണ്. അവർ 2ാം തരത്തിൽപ്പെടുന്നതായിരിക്കുന്ന അപ്പോസ്തലന്മാരാണ്. അവരെ അപ്പോസ്തലന്മാരെന്ന് വിളിക്കുന്നതിനേക്കാളും മെച്ചം മിഷണറിമാർ എന്ന് വിളിക്കുന്നതാണ് എന്ന് പറയും. ശരി, അങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഈ മിഷണറിമാരെ എങ്ങനെയാണ് നിയമിക്കുന്നത്, അവരെ എങ്ങനെയാണ് നിയമിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനമായിട്ട് അവർ പറയുന്ന വേദഭാഗമാണ് അപ്പോസ്തല പ്രവർത്തനത്തിൽ 13-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ. അപ്പോൾ അപ്പസ്തലന്മാരെ എങ്ങനെ ഉളവാക്കാം എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ കാണാൻ കഴിയും എന്നാണ് അവർ പറയുന്നത്. അവിടെ നമ്മുടെ ശലോമോൻ രാജാവ് അല്ലേ, അദ്ദേഹം ജ്ഞാനിയായ മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, സദൃശവാക്യങ്ങൾ വായിച്ചിട്ടുള്ള ആൾക്ക് അതറിയാം. അദ്ദേഹം പറഞ്ഞു, ഒരാൾ വന്ന് അദ്ദേഹത്തിൻ്റെ വശം അവതരിപ്പിക്കുന്ന അവസരത്തിൽ അത് ശരിയാണ് എന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രീതിയല്ലേ, ഒരാൾ വന്ന് അദ്ദേഹത്തിൻ്റെ വശം നമ്മളോട് പറയുക, അപ്പോൾ അത് കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രതിയോഗി വന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെ വിലയിരുത്തുകയും അതിൻ്റെ മറുവശം പറയുകയും ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് അല്ലേ. അപ്പം നമ്മുടെ സഹോദരന്മാർ പറയുന്ന ഡിവൈൻ ഡിസൈൻ ഫോർ മിനിസ്ട്രി എന്ന് പറയുന്ന ആദ്യത്തെ കേൾവിയിൽ നല്ലൊരു കാര്യമാണല്ലോ എന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട്. അത് അവരെ സംബന്ധിച്ചുള്ള അവരുടെ വിജയമാണ്. അതിൽ ഞാനവരെ കൈയടിക്കുന്നു. അവർ സാധാരണക്കാരായിരിക്കുന്ന വിശ്വാസികൾ ഈ ക്രമീകരണത്തെക്കുറിച്ചുള്ള വിശദീകരണം കേൾക്കുമ്പോൾ എത്ര നല്ല ആശയമാണ് എന്ന് ചിന്തിക്കാനുള്ള ന്യായം ഉണ്ട്. ആ നിലയിൽ അതിനെ അവതരിപ്പിക്കാനായിട്ട് അവർ വിജയിച്ചിട്ടുണ്ട് എന്നതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. പക്ഷെങ്കിൽ സൂക്ഷ്മമായ ഒരു വിശകലനത്തിൽ ഈ വാദഗതികൾ നിലനിൽക്കുമോ എന്നതാണ് ഞാൻ ഈ 13-ാമത്തെ അധ്യായത്തിൽ നിന്ന് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സൂക്ഷ്മമായ പരിശോധനയിൽ സൂക്ഷ്മമായി ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്പസ്തലന്മാരെ ഉളവാക്കാനായിട്ട്, അപ്പസ്തലന്മാരെന്നുള്ളതായിരിക്കുന്ന വാക്കിനേക്കാളും അവർ ഉപയോഗിക്കുന്ന മിഷണറിമാരാണ്. മിഷണറിമാരെ നിയമിക്കാനായിട്ട് ദൈവം നമുക്ക് തന്ന മാതൃക അപ്പസ്തല പ്രവൃത്തികൾ 13-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളാണോ എന്ന് നമുക്ക് അതിനെക്കുറിച്ച് പരിശോധിക്കണം. ഒരു പ്രസംഗം കൂടെ ഇതിനെക്കുറിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ ഒരു സഹോദരനോട് പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യമാണ് എൻ്റെ പ്രസംഗ വിഷയം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, 4 വാക്യത്തെ അധികരിച്ച് ഒരു പ്രസംഗമോ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നാണെന്നൊന്നും അറിയത്തില്ല, ചിലപ്പോൾ 2 പ്രസംഗം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനൊരു നടുക്കമുണ്ടായി. ചിലപ്പോൾ ഈ ഭാഗത്തു നിന്ന് 2 പ്രസംഗം വരാനുള്ള സാധ്യത ഉണ്ട്. ശരി, നമുക്ക് ഈ വേദഭാഗത്തേക്ക് വരാം. ഏറ്റവും നല്ല ഒരു കാര്യമെന്ന് പറയുന്നത് ബൈബിളിനെ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ പരിശോധിക്കുക എന്നതാണ്. ബൈബിൾ പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വായിച്ചതിന് ശേഷം അതിൽ നിന്നൊരു പൊതുവായ പ്രമാണം ഉണ്ടാക്കി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. എന്നാൽ അതിൻ്റെ സൂക്ഷ്മ പരിശോധനയിൽ അങ്ങനെ തന്നെയാണോ എന്ന് നമ്മളതിനെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ശരി, ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാൻ പോകുന്നത് അന്ത്യോക്യയിലെ സഭയുടെ ഒരു അന്തരീക്ഷത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. അതിനുശേഷം അന്ത്യോക്യയിലുള്ള ആളുകൾ എന്താ ചെയ്തത്, അവർ യഥാർത്ഥത്തിൽ അപ്പോസ്തലന്മാരെ നിയമിക്കുകയാണോ മിഷണറിമാരെ നിയമിക്കുകയാണോ ചെയ്തത് എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളും നോക്കണം, അങ്ങനെയാണോ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാമല്ലോ. ഇവിടെ ആദ്യ വാക്യത്തിൽ ഒരു നൗ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോ. മലയാള പരിഭാഷക്കാരത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഡേ എന്നാണ് ഗ്രീക്കിൽ അതിനെക്കുറിച്ച് പറയുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് അതൊരു പുതിയ അറിവ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, ഡേ എന്നുള്ളതായിരിക്കുന്ന വാക്ക് നമ്മളും ഡേ എന്ന് പറയുമല്ലോ, അതല്ല. ഡേ എന്ന് പറയുന്ന വാക്ക് ആശയങ്ങളുടെ പുരോഗതിയെ കുറിക്കാനായിട്ട് നറേറ്റീവ് ലിറ്ററേച്ചറിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വാക്കാണ്
എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാട്ടോ. ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിൽ നിന്ന് ഞാൻ വേറൊരു കാര്യം പറയാൻ പോവുകയാണ് എന്നതിൻ്റെ സൂചനയാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ കാര്യമായി അദ്ദേഹം പറയാൻ പോകുന്നത്. ഇതിന് മുന്നമേ പൗലോസിനെക്കുറിച്ചും ബർന്നബാസിനെക്കുറിച്ചും മർക്കോസിനെക്കുറിച്ചും ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഐ എം ഗോയിങ് ടു സേ സംതിങ് ന്യൂ, ഇനി ഒരു പുതിയ കാര്യം നിങ്ങളോട് പറയാൻ പോവുകയാണ് എന്നാണ് ലൂക്കോസ് ഈ നൗ എന്ന് പറയുന്ന പ്രയോഗത്തിലൂടെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന പുതിയ കാര്യമാണ് ഈ 13-ാമത്തെ അധ്യായം മുതൽ നമ്മൾ കാണുന്നത്. 13-ാമത്തെ അധ്യായം മുതൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിയറിയാം, സാധാരണഗതിയിൽ മിഷണറി പ്രവർത്തനത്തിൻ്റെ തുടക്കം എന്ന നിലയിൽ ഇതിനെ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാകട്ടോ. ഇനിയുള്ള ലൂക്കോസിൻ്റെ വിവരണത്തെ നമ്മൾ 3 മിഷണറി യാത്രകൾ എന്ന നിലയിലാണ് മനസ്സിലാക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ 1-ാം മിഷണറി യാത്ര, അത് 13 മുതൽ 13 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ 2-ാമത്തെ മിഷണറി യാത്ര, പിന്നെ 3-ാമത്തെ മിഷണറി യാത്ര, അതിനുശേഷം അദ്ദേഹം യെരുശലേമിൽ വരുന്നു. യെരുശലേമിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അവിടെ ഫെലിക്സ്, ഫെസ്തോസ്, അഗ്രിപ്പ രാജാവ് ഇവരുടെയൊക്കെ മുൻപിൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ സാക്ഷ്യം പറയുന്നു. അതിനുശേഷം അദ്ദേഹത്തെ കപ്പൽ കയറ്റി റോമിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ചെന്ന് അദ്ദേഹം അവിടെയുള്ള ആളുകളോട് ഒരു തടവുകാരനായിരിക്കുന്ന കാലത്ത് സുവിശേഷം പറയുന്നു. അവിടെ 28-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തികൾക്ക് ഒരു അവസാനമില്ല. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ദെർ ഇസ് നോ കൺക്ലൂഷൻ. ഓപ്പൺ എൻഡഡ് ബുക്ക് എന്നതിനെക്കുറിച്ച് പറയാം. തുറന്നിട്ടിരിക്കുന്നൊരു പുസ്തകം എന്ന് പറയാം. അതിന് ഉപസംഹാരമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സഹോദരൻ നടത്തിയ അവരുടെ ഒരു മിനിസ്റ്ററുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ ആക്ട്സ് 29 മിനിസ്ട്രീസ് എന്നാണ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തിക്ക് എത്ര അധ്യായമുണ്ട്? എത്രയുണ്ട്? 29 ഇല്ല, 28 ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 28-ാമത്തെ അധ്യായത്തിൽ അവസാനിക്കുന്നില്ല. അതിനുശേഷം ദൈവമക്കൾ എല്ലാവരും തുടർന്ന് ചെയ്യാനായിട്ട് ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ തുറന്നിട്ടിരിക്കുന്നത്. ഇറ്റ്സ് ആൻ ഓപ്പൺ എൻഡഡ് ബുക്ക്. അതിനൊരു ഉപസംഹാരമില്ല. അപ്പോൾ പറയാം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമ്മളെല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരർത്ഥത്തിൽ അതിനെക്കുറിച്ച് പറയാം. കർത്താവ് ഏൽപ്പിച്ച ഈ ദൗത്യം നിർവഹിക്കുവാനായിട്ട് ദൈവമക്കൾ മനസ്സ് വയ്ക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വേല അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ദ വർക്ക്. അപ്പോസ്തലന്മാർ ചെയ്ത പ്രവൃത്തിയുടെ പിന്തുടർച്ചയാണ്. ദൈവഹിതപ്രകാരം, ദൈവവചനപ്രകാരം ദൈവത്തിൻ്റെ മക്കളെ പ്രവർത്തിക്കുമ്പോൾ അത് അതിൻ്റെ പിന്തുടർച്ചയാണ് എന്ന് കാണാം. അപ്പോൾ അതുകൊണ്ട് മിഷണറി പ്രവർത്തനത്തിൻ്റെ ആരംഭം എന്നുള്ള നിലയിലാണ് പൊതുവെ ഇതിനെക്കുറിച്ച് പറയുന്നത്. എന്നാൽ ആ പ്രസ്താവന പൂർണ്ണമായി ശരിയല്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു. ശരി, എന്താണ് ആദ്യത്തെ വാക്യത്തിൽ അപ്പോസ്തലനല്ല ലൂക്കോസ് നമ്മളോട് പറയുന്നത്? ശരി, അദ്ദേഹം പറഞ്ഞത് അന്ത്യോക്യയിലെ സഭയിൽ അപ്പോൾ നൗ ദി ചർച്ച് അറ്റ് ആന്റിയോക്ക്, അവിടെ യെരൂശലേമിലെ സഭയിൽ നിന്ന് ശ്രദ്ധ അന്ത്യോക്യയിലെ സഭയിലേക്ക് മാറി. മലയാള പരിഭാഷയിൽ അതിൻ്റെ പ്രസ്താവന അവർ ഒരു വിടർത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പറയുന്നതാണ് ശരി. അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ആരാണ് എന്ന് ലൂക്കോസ് പറയുന്നത്. അങ്ങനെ ദാറ്റ്സ് ദ വേ ഇറ്റ്സ് ബീങ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദി ഒറിജിനൽ. അതിൻ്റെ മൂലഗ്രന്ഥത്തിൽ അങ്ങനെയാണ്. അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ആരാണ് എന്നുള്ള കാര്യം തുടർന്ന് അദ്ദേഹം പറയും. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഒരു പ്രസ്താവന പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഈ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും എന്ന് പറയുന്ന കാര്യമാണ്. ഇന്ന് പ്രവാചകന്മാരില്ല, എന്നാൽ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും മുഖാന്തരം ലഭിച്ച ദൈവത്തിൻ്റെ വചനം അവരുടെ സ്ഥാനത്ത് നിൽക്കുന്ന കാര്യമാണ്. അവിടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രഘോഷണം, ദൈവവചനത്തിൻ്റെ പഠനം, ദൈവവചനത്തിൻ്റെ അനുസരണം എന്ന് പറയുന്നതാണ് ദൈവസഭയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താ? ഉപദേഷ്ടാക്കന്മാരും പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. ഒരു സഭയിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവണം. ഒരു സഭയുടെ അനുഗ്രഹമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തെ സത്യസന്ധമായി മനുഷ്യരെ പഠിപ്പിക്കുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ
ഉത്തരവാദിത്തം അതാണ്. അപ്പോസ്തലൻ പ്രവൃത്തി ആദ്യ അധ്യായങ്ങൾ നമ്മളത് വായിച്ചതാണ്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ അവർ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവരാരാണെന്നുള്ള കാര്യമാണ് അടുത്തതായിട്ട് പറയുന്നത്. ഇവരാരാണ് ഈ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും? അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചോദ്യമുണ്ട് കേട്ടോ. ഇവരെല്ലാവരും ഇതിലാരാവും പ്രവാചകൻ, ഇതിലാരാണ് ഉപദേഷ്ടാവ്? പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവരാരാ പ്രവാചകന്മാർ, ആരാണ് ഉപദേഷ്ടാക്കന്മാർ എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഞാൻ വിചാരിക്കുന്നു, അത് എൻ്റെ ഒരു വിചാരമാണ്, ഇവരെല്ലാവരും പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർക്ക് ഈ രണ്ട് കൃപകളുമുള്ള ആളുകളാണ്. ദൈവത്തിൽ നിന്ന് വെളിപ്പാടുകൾ സ്വീകരിക്കുക, അതാണ് പ്രവാചകൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. അതാണ് ദൈവം പറയുന്ന കാര്യം കേൾക്കാൻ, അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനുള്ളതായിരിക്കുന്ന ആ കഴിവിനെയാണ് പ്രധാനമായും പ്രവാചകൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത്. ഇന്നതില്ല കേട്ടോ. നമുക്ക് ദൈവത്തിൻ്റെ വചനം എഴുതി തന്നതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് പ്രവചനം കേൾക്കണമെങ്കിൽ ബൈബിൾ എടുത്ത് വായിച്ചാൽ മതി. അതാണ് പ്രവചനത്തിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അതാണ്. എന്നാൽ ഈ പ്രവചനത്തെ നമുക്ക്, ഈ വെളിപ്പാടിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ വ്യാഖ്യാനിച്ച് അതിനെ വിശദീകരിച്ച് കൊടുക്കണം. അതാണ് ഉപദേഷ്ടാവ് എന്ന് പറയുന്ന കാര്യം. അന്ത്യോക്യയിലെ സഭ ഒരു നല്ല സഭയായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ചർച്ച്. കാരണം നല്ല കുറേ അധ്യാപകർ, എസ് ലൂയിസ് ജോൺസൺ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായിരിക്കുന്ന പണ്ഡിതൻ പറഞ്ഞു, എനിക്ക് അന്ത്യോക്യയിലെ സഭയിലെ ഒരു അംഗമായിരുന്ന കൊള്ളാം എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ഐ വിഷ് ഐ വാസ് എ മെമ്പർ ഓഫ് ദ ചർച്ച് ഓഫ് ആന്റിയോക്ക് അറ്റ് ദ ടൈം. ഈ പറയുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു അംഗമായിരുന്ന കൊള്ളായിരുന്നു. കാരണം അത്രയ്ക്ക് നല്ല ഉപദേഷ്ടാക്കന്മാരാണ് അന്ത്യോക്യയിലെ സഭയിലുണ്ടായിരുന്നത്. 5 പേരെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അതിലെ ആദ്യത്തെ ആളെന്ന് പറയുന്നത് ബർന്നബാസ് എന്ന് പറയുന്നയാളാണ്. അപ്പം ഞാൻ ഇവരെയൊക്കെ വിവരിച്ച് കഴിയുമ്പം മറ്റു കാര്യം പറയാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമതൊരു പ്രസംഗം വരും എന്ന് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. ബർന്നബാസ് എന്ന് പറയുന്നയാൾ പുതിയ നിയമത്തിൽ 2 മനുഷ്യരെ മാത്രമേ നല്ല മനുഷ്യരെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിലൊരാളാണ് ബർന്നബാസ്. പുതിയ നിയമത്തിലെ 2 ആളുകളെക്കുറിച്ച് മാത്രമേ നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഒരാൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരം സംസ്കാരം ചെയ്യാനായിട്ട് വന്ന അരിമത്യക്കാരനായ യോസേപ്പ്, അദ്ദേഹത്തെക്കുറിച്ച് ലൂക്കോസ് പറയുന്നത് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. രണ്ടാമത് ലൂക്കോസ് ഒരു നല്ല മനുഷ്യനാണ് എന്ന് പറയുന്നത് ബർന്നബാസിനെ കുറിച്ചാണ്. ഞാനതൊരു പ്രബോധനമാണ് നിങ്ങളോട് പറയാം. നിങ്ങൾ നല്ല മനുഷ്യരായിരിക്കണം കേട്ടോ. ദൈവമക്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് അവർ നല്ല മനുഷ്യരാണ് എന്നുള്ളതാണ്. നിങ്ങൾ എന്തൊക്കെ വർത്തമാനം പറഞ്ഞാലും, നിങ്ങൾ എന്തൊക്കെ അവകാശവാദങ്ങൾ പ്രകടിപ്പിച്ചാലും, നിങ്ങൾ നല്ല മനുഷ്യനല്ലെങ്കിൽ നിങ്ങളുടെ അവകാശവാദങ്ങളിൽ എവിടെയോ പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു ആഗ്രഹമായിട്ട് വരണം. ബർന്നബാസ് എന്ന് പറയുന്ന ആൾ ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന് വേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര ഔദാര്യമുള്ള ആളാണ് കേട്ടോ. ഭയങ്കര ഔദാര്യമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് കുപ്രോസ് ദ്വീപുകാരനാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ലേവിയ പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളാണ്. യോസേഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര്. യോസേഫ് എന്ന് മറുപേരുള്ള ബർന്നബാസ്. അദ്ദേഹം ഒരു ലേവ്യനാണ്. അദ്ദേഹത്തിന് കുപ്രോസ് ദ്വീപിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം വിറ്റതിന് ശേഷം കിട്ടിയ കാശ് മുഴുവനും, എൻ്റെ പൊന്നെ, ഞാനാണെങ്കിൽ എനിക്ക് നമ്മുടെ അനന്യാസം സപ്പീറയുടെ സ്വഭാവമാണ് കേട്ടോ. ഞാനത് കുറേ എടുത്ത് മാറ്റി വയ്ക്കും, എന്നിട്ട് ബാക്കിയേ കൊടുക്കുകയുള്ളൂ. പക്ഷേങ്കിൽ അനന്യാസം സപ്പീറ പറഞ്ഞ പോലെ എല്ലാം കൊടുത്തെന്ന് പറയത്തില്ല. കാരണം ഇത് കള്ളത്തരമില്ലയോ, അങ്ങനെ പറയാൻ പറ്റുമോ? എൻ്റെ പൊന്നെ, ഈ ബർന്നബാസ് വിറ്റിട്ട് കിട്ടിയ കാശ് മുഴുവനും ഒരു പൈസ എടുത്തില്ല, കൊണ്ടുവന്ന് അപ്പസ്തലന്മാരെ കാലത്ത് വെച്ച്. അത് കണ്ടപ്പോഴാണ് അന്യാസ സഭയ്ക്ക് ഒരു ആവേശം വന്നത്, നമുക്ക് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം അതാ. വളരെ ഔദാര്യശീലമായ മനുഷ്യനാണ് അദ്ദേഹം. അതുപോലെ തന്നെ നല്ല മനുഷ്യനെന്ന് പറയുന്നത് ഏത് ആൾക്കാരോടും ഇടപെട്ട് പോകാനായിട്ടൊരു പ്രാവീണ്യമുള്ള മനുഷ്യനാണ്. പൗലോസ് അദ്ദേഹം യെരുശലേമിൽ വന്നു. യെരുശലേമിൽ വന്നപ്പം ആൾക്കാർ പറഞ്ഞു, വന്നിട്ടുണ്ട്, ആൾ വന്നിട്ടുണ്ട്. ഇദ്ദേഹം നമ്മളെ വെളിയിൽ നിന്ന് ഉപദ്രവിച്ചിട്ട് കാര്യം നടന്നില്ല.
അപ്പോൾ അകത്ത് കയറി ഒരു പണിക്കാണ് ഇവൻ വന്നിരിക്കുന്നത്. ഇവൻ ആരാന്നുള്ള കാര്യം നമുക്കറിയത്തില്ലയോ? ശൗലല്ലേ, ആരാന്ന് നമുക്കറിയത്തില്ലയോ എന്ന് പറഞ്ഞ് ആൾക്കാർ ഭയപ്പെട്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ മാറ്റി നിർത്തിയപ്പോൾ ബർന്നബാസ് പറഞ്ഞു, എൻ്റെ പൊന്ന് ശൗലേ, എൻ്റെ കൂടെ വാ. എന്നിട്ട് അദ്ദേഹം ശൗലിനെയും കൊണ്ട് അപ്പസ്തലന്മാരെ അടുക്കൽ ചെന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നുള്ളൊരു മനുഷ്യനല്ല, ഇദ്ദേഹത്തിന് സ്വർഗത്തിൽ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് പ്രത്യേകമായൊരു നിയോഗം നൽകി ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയൊരു ദൈവ മനുഷ്യനാണ്, നിങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കണം എന്ന് അപ്പസ്തലന്മാരോട് പറഞ്ഞു. അങ്ങനെയാണ് പൗലോസിനെ അപ്പസ്തലന്മാരുമായിട്ട് പരിചയപ്പെടുത്തിയത് ബർന്നബാസാണ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു മനുഷ്യൻ. പിന്നെ അന്ത്യോക്യയിൽ ഒരു സഭയുണ്ടായി എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അവിടേക്ക് അയക്കാൻ അപ്പസ്തലന്മാർക്ക് ധൈര്യമുണ്ടായ മനുഷ്യൻ ബർന്നബാസാണ്. നീ അവിടെ വരെ ഒന്ന് പോയി അവിടെ ഉള്ളതായിരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കണം എന്ന് പറഞ്ഞ് അയച്ചത് ബർന്നബാസിനെയാണ്. ബർന്നബാസിൻ്റെ പേരാണ് ആദ്യമേ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാമല്ലോ 5 പേരുടെ പേര് പറഞ്ഞെങ്കിലും ആദ്യമായി പറഞ്ഞിരിക്കുന്ന പേര് ബർന്നബാസിൻ്റെ പേരാണ്. അതിൻ്റെ കാരണം അദ്ദേഹമായിരിക്കാം പ്രായത്തിൽ ഏറ്റവും കൂടിയ ആളും അദ്ദേഹമായിരിക്കാം. മാത്രമല്ല അന്ത്യോക്യയിലെ സഭയിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഒരാൾ എന്ന നിലയിലും ബർന്നബാസിന് അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ആദ്യമേ പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ ആൾ നീഗർ എന്ന് പേരുള്ള എന്ന് പറഞ്ഞ കാര്യം ശരിയല്ല കേട്ടോ, അത് വിളിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ മതി. ശിമോൻ. ഈ നീഗർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കറമ്പൻ എന്നാ പേര്. അത് കറുത്ത വർഗ്ഗക്കാരൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പം ആൾക്കാർ ഇദ്ദേഹത്തെ കാണുന്നുണ്ട് പറഞ്ഞു കറമ്പനാണ് ഇത്, അങ്ങനെ ഈ വിളി വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ശിമോൻ എന്നാണ്, പക്ഷേ ആൾക്കാരെ കറമ്പനെന്നും വിളിക്കും. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന ശിമോൻ. അപ്പോൾ അദ്ദേഹം നോർത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ഒരാളായിരിക്കും കേട്ടോ, ആഫ്രിക്കക്കാരനായിരിക്കുന്ന ഒരാളാണ് ഈ ശിമോൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞ പ്രസ്താവന അല്ലാതെ വേറെ ഒന്നും നമുക്കറിയത്തില്ല. മൂന്നാമത് പറയുന്ന ആൾ കുറേനക്കാരനായ ലൂക്യോസ്. ഞാൻ ഈ കുറേനക്കാരെ നോക്കിയിട്ടോ, കുറേനക്കാർക്ക് പ്രത്യേകമായൊരു പ്രാധാന്യം ലൂക്കോസ് കൊടുക്കുന്നുണ്ട്. കുറേനക്കാർക്ക് പ്രത്യേകമായിരിക്കുന്നത് സൈറീൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. സൈറീൻ. കുറേനക്കാരെ വല്ലവരെ നിങ്ങൾക്ക് അറിയാമോ? അറിയാം. ആരാ? കുറേനക്കാരനായ ശിമോനെ നമുക്കറിയാം അല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശ് മനസ്സോടൊന്നുമല്ല കേട്ടോ, നിർബന്ധിച്ചെടുപ്പിച്ചതാ. എങ്കിലും ലോക ചരിത്രത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് എന്നേക്കുമായി എഴുതി ചേർത്തില്ലേ? പിന്നെ ശിമോൻ പറയും, എൻ്റെ പൊന്നെ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മനസ്സോടൊന്നും ചെയ്തതല്ല, പക്ഷെ ആ ക്രൂശ് ചുമന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് അദ്ദേഹം പറയും. കുറേനക്കാരനായ ശിമോൻ. പിന്നെ ഈ കുറേനക്കാരെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന് 2 മക്കളുണ്ടെന്നുള്ള കാര്യമൊക്കെ. അലക്സാണ്ടർ രൂഫോസ് എന്ന് പറയുന്ന 2 പിള്ളേർ അദ്ദേഹത്തിനുണ്ട്. അവർ വലിയ വിശ്വാസികളായി കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊരു പ്രസംഗം പറഞ്ഞ പോലെ, കർത്താവിൻ്റെ ക്രൂശ് ചുമക്കാൻ നിങ്ങൾ ഇറങ്ങിയാൽ നിങ്ങളെ മക്കളും അനുഗ്രഹിക്കപ്പെടും. കർത്താവിൻ്റെ ക്രൂശ് ചുമക്കാനായിട്ട് നിങ്ങൾ മനസ്സ് വെച്ചാൽ കർത്താവിൻ്റെ ക്രൂശ് ചുമക്കണ്ട, കർത്താവിന് വേണ്ടി ക്രൂശ് ചുമന്നാൽ മതി. അപ്പോൾ അതൊരു അനുഗ്രഹമാണ്, മക്കൾക്കും തലമുറകൾക്കും ഒക്കെ അനുഗ്രഹമാണ്. അപ്പോൾ ആ ഒരു പാരമ്പര്യം കുറേനക്കാരെക്കുറിച്ച് പറയാൻ പറ്റും. പെന്തക്കോസ്ത് നാളിൽ നിങ്ങൾ 18 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പത്രോസിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊരു സ്ഥലമെന്ന് പറയുന്നത് കുറേന, സൈറീൻ എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലമാണ്. എന്നിട്ട് പിന്നെ അപ്പോസ്തലരുടെ 11-ാമത്തെ അധ്യായത്തിൽ പീഡ വന്ന സമയത്ത് യെരുശലേമിൽ നിന്ന് ആളുകൾ ചിതറിപ്പോയി. അവർ പോയിടത്തൊക്കെ സുവിശേഷം പറഞ്ഞുകൊണ്ട് നടന്നു. അവരുടെ കൂട്ടത്തിലെ ഒരു പ്രമുഖമായിരിക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് കുറേനക്കാരായ ആളുകളാണ്, സൈറീൻ, പീപ്പിൾ ഫ്രം സൈറീൻ. ഈ ലൂക്യോസ് എന്ന് പറയുന്ന ആൾ തന്നെയാണോ ഈ അപ്പസ്തല പ്രവർത്തിയുടെ രചയിതാവായിരിക്കുന്ന ലൂക്കോസ് എന്നുള്ളൊരു ചോദ്യമുണ്ട് കേട്ടോ. നമുക്കറിയില്ല, ആയിരിക്കാം, ആയിരിക്കാം, അറിയില്ല. ഏതായാലും ഈ സൈറിയിൽ നിന്നുള്ളതായിരിക്കുന്ന ആളുകൾ ഈ ലൂക്യോസ് നിശ്ചയമായിട്ടും അന്ത്യോക്യയിൽ സുവിശേഷവുമായി വന്ന ആളാണ്, അതിനുള്ള സാധ്യതയുണ്ട്. അപ്പം സൈറിയിൽ നിന്നുള്ള ആളുകൾ അന്ത്യോക്യ വരെയോളം എത്തി. അവരവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരോട് മാത്രമല്ല, അവിടെയുള്ള യവനന്മാരോടും സുവിശേഷം പറഞ്ഞു എന്ന് പറയുന്ന കാര്യം നമുക്കറിയാം. അവിടെ
അന്ത്യോക്യയിലെ സഭയുടെ സ്ഥാപനത്തിലൊരു പങ്കുള്ളയാളാണ് ഈ ലൂക്കിയോസ് എന്ന് നമുക്ക് വിചാരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തയാളെന്ന് പറയുന്നത് മനായൻ എന്ന് പറയുന്നയാളാണ്. മനായൻ. അപ്പം അദ്ദേഹത്തിൻ്റെ എബ്രായ പേര് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. മെനാഹം എന്നാണ് എബ്രായ പേര്. മെനാഹം എന്നാണ്. മെനാഹം ബെഗിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അത് ഇസ്രയേലിലുള്ള യഹൂദന്മാരുടെ പേരാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു യഹൂദനാണ്. ഈ മെനാഹം എന്ന് പറയുന്നതായിരിക്കുന്നയാൾ ഒരു യഹൂദനാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നറിയാമോ? ഇടപ്രഭുവായിരിക്കുന്ന ഹെരോദാവോട് കൂടെ വളർന്നു. എൻ്റെ പൊന്നി, ഇടപ്രഭുവായിരിക്കുന്ന ഹെരോദാവ് എന്ന് പറഞ്ഞാൽ ആരാള്? ഇടപ്രഭുവായിരിക്കുന്ന ഹെരോദാവ്, ടെട്രാർക്ക് എന്ന് പറയുന്നത് ഹെരോദ അന്തിപ്പാസ്. അദ്ദേഹത്തിനാണ് ഈ ടെട്രാർക്ക് എന്നുള്ളതായിരിക്കുന്ന പദവി കിട്ടിയ ഏക ഹെരോദാവ് എന്ന് പറയുന്നത് ഈ ഹെരോദ് അന്തിപ്പാസാണ്. അപ്പം അതുകൊണ്ടാണ് ഈ പറയുന്ന ഹെരോദാവ് എന്ന് പറയുന്നത് ഹെരോദ് അന്തിപ്പാസാണ് എന്ന് നമ്മൾ പറയാനുള്ള കാരണം അതാണ്. ഹെരോദ് അന്തിപ്പാസിനെ നിങ്ങൾക്കറിയാമോ? ആരാ? യോഹന്നാൻ സ്നാപകന് തലവെട്ടിയ ആൾ. അതാണ് ഈ ഹെരോദ് അന്തിപ്പാസ് എന്ന് പറയുന്നയാൾ. അദ്ദേഹത്തിൻ്റെ കൂടെ വളർന്നയാളാണ് എന്ന് പറഞ്ഞാൽ രാജവംശത്തിൽപ്പെട്ടയാളാണ്. രാജവംശത്തിൽപ്പെട്ടയാളാണ് ഈ മെനാഹം എന്ന് പറയുന്നയാൾ. അപ്പോൾ രാജകുടുംബത്തിൽ രാജാക്കന്മാരോടുകൂടെ വളർന്ന് അദ്ദേഹത്തെ വെച്ച് കുറഞ്ഞ ഒരു കാര്യം പറയാം. അദ്ദേഹം മഹാസമ്പന്നനായ, വളരെ ധനികനായ, സ്വാധീനമുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ സുവിശേഷം കേട്ടു കേട്ടോ. സുവിശേഷം കേട്ടു. ഒരുപക്ഷെ വലിയ ഔദ്യോഗിക സ്ഥാനമൊക്കെ വഹിക്കാൻ സാധ്യതയുള്ളൊരു മനുഷ്യനാണ്. അതൊന്നും വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് ഒരു പൂർണ്ണസമയ സുവിശേഷകനായിട്ട്, ഒരു പൂർണ്ണസമയ പ്രവർത്തകനായിട്ട് അദ്ദേഹം രൂപപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കാശെല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു ഒന്നും നമുക്കറിയത്തില്ല. അതൊന്നും നമുക്കറിയത്തില്ല. പക്ഷെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട വളരെ കുലീനനായ, പ്രബലനായ ഒരു മനുഷ്യനാണ് ഈ മനാഹം എന്ന് പറയുന്നതായിരിക്കുന്ന, അല്ലെങ്കിൽ മനായൻ എന്ന് പറയുന്നയാൾ. അപ്പം ഞാനതിനെക്കുറിച്ചൊരു വാക്ക് പറയാം. സുവിശേഷത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയ, ഒരുപാട് സങ്കടങ്ങളും നഷ്ടങ്ങളും സഹിച്ച ആളുകളുണ്ട് കേട്ടോ. സുവിശേഷത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞ ആളുകൾ ലോകത്തിലുണ്ട്, ലോകത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. സുവിശേഷം കർത്താവായ യേശു ക്രിസ്തു അനുഗമിക്കുവാൻ കൊള്ളാകുന്നയാളാണ്. കർത്താവിന് വേണ്ടി എന്ത് നിങ്ങൾ വിട്ടുകളഞ്ഞാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല. ഹീസ് വർത്തി. അഞ്ചാമത്തെ ആളാണ് ഈ ശൗൽ എന്ന് പറയുന്നതായിരിക്കുന്ന ആൾ. അഞ്ചാമത്തെ ആളാണ് ശൗൽ എന്ന് പറയുന്നതായിരിക്കുന്നയാൾ. ലൂക്കോസിൻ്റെ ശ്രദ്ധയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ആൾ ശൗലാണ് കേട്ടോ. അതിൻ്റെ കാര്യം എന്താ? ആദ്യത്തെ 12-13 അധ്യായങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കറിയാം, അത് ഏറ്റവും കൂടുതൽ നമ്മളെ പരിചയപ്പെടുത്തിയത് ശൗലിനെ കുറിച്ചാണ്. ശൗല് മാനസാന്തരപ്പെട്ടതിനെക്കുറിച്ച്, അദ്ദേഹത്തെ കർത്താവ് വിളിച്ചതിനെ സംബന്ധിച്ച്, അദ്ദേഹം സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തതിനെ സംബന്ധിച്ചൊക്കെ ഉള്ളതായിരിക്കുന്ന വിവരങ്ങൾ ലൂക്കോസ് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ശൗലിനെ ഇനിയും മുൻപോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ലൂക്കോസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതായി സോൾ അല്ലെങ്കിൽ പോൾ ഈസ് ഗോയിങ് ടു ബി ദ മേജർ ക്യാരക്ടർ. 13 മുതലുള്ള അധ്യായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അപ്പസ്തലനായ പൗലോസ് ആണ്. ശരി, അപ്പോൾ ഈ 5 ആളുകളാണ് അന്ത്യോക്യയിലെ സഭയിലുള്ളത്. ഇവർ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരുമായിരിക്കുന്ന ആളുകളാണ്. പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരുമായിരിക്കുന്ന ആളുകളാണ്. അതിനുശേഷം രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അപ്പോൾ ഞാനതിനെക്കുറിച്ച് ആദ്യം ഒന്നാമത്തെ വാക്യത്തെക്കുറിച്ച് ഒരു പ്രമാണം അല്ലെങ്കിൽ ഒരു പോയിന്റ് ഞാൻ പറയാം. എന്താണെന്ന് ചോദിച്ചാൽ, വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സഭയെന്ന് പറയുന്ന അനുഗ്രഹീതമായ സഭയാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന്, വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു സഭയുടെ അനുഗ്രഹമാണ്. ബർന്നബാസ് എന്ന് പറയുന്ന ലേവ്യ പശ്ചാത്തലത്തിലുള്ള ആളാണ്. പിന്നീട് ശിമിയോൻ എന്ന് പറയുന്ന കറുത്തവർഗ്ഗക്കാരൻ, കർമ്മൻ. പിന്നീട് ലൂക്കോസ് എന്ന് പറയുന്ന സൈഡ്, പ്രോബ്ലി അദ്ദേഹത്തിന് നോർത്ത് ആഫ്രിക്ക എന്നാണ് അദ്ദേഹവും വരുന്നത്. അപ്പോൾ അദ്ദേഹം കർമ്മനാകാനുള്ള സാധ്യത ഉണ്ട്. പിന്നീട് മനായൻ എന്ന് പറയുന്ന ഭയങ്കര കുലീനനായിരിക്കുന്ന മനുഷ്യൻ.
ശൗലെന്ന് പറയുന്ന ഗമാലിയേലിൻ്റെ കാൽക്കൽ ബൈബിൾ പഠിച്ച മഹാപണ്ഡിതനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് അപ്പസ്തലനാക്കിയ പൗലോസ്, ഈ പറയുന്ന ആൾക്കാർ തമ്മിൽ വഴക്കൊന്നുമില്ല കേട്ടോ. അവർ ഒരുമിച്ച് ഏകദേശം 2 വർഷത്തോളം പൗലോസും ബർന്നബാസും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് അന്ത്യോക്യയിലെ സഭയിൽ അവർ പ്രവർത്തിച്ചത്. അപ്പോൾ അത് ഒരു സഭയുടെ അനുഗ്രഹമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ ഞാനങ്ങ് പറയുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ മക്കൾ വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകളാണ്. അവർ തമ്മിലുള്ള വ്യത്യസ്തമായ പശ്ചാത്തലങ്ങൾ അവർ തമ്മിലുള്ള വേർതിരിവിന് കാരണമായി തീരുവാൻ പാടില്ല. വ്യത്യസ്തമായ പശ്ചാത്തലങ്ങൾ നമ്മളെ തമ്മിൽ വേർതിരിക്കുവാൻ പാടില്ല. നമ്മൾ ഒരുമിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് കഴിയണം എന്നതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അവിടെ നമ്മുടെ സഹോദരന്മാരൊക്കെ പറയുന്നത് അപ്പസ്തലന്മാരുടെ മേൽ അല്ലെങ്കിൽ മിഷണറിമാരെ കൈവച്ചാക്കുന്നത് ആരാണ് എന്നുള്ളതായിരിക്കുന്ന ചോദ്യമുണ്ട്. മിഷണറിമാരെ കൈവച്ചാക്കുന്നത് ആരാണ്? അപ്പോൾ അതിലൊരു അയവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് ചോദിച്ചാൽ, മിഷണറിമാരുടെ മേൽ, മിഷണറി എന്നുള്ള വാക്ക് എൻ്റെ വാക്കല്ല എങ്കിലും ഞാനങ്ങ് പറയുകയാണ്, കൈവച്ച് അവരെ പറഞ്ഞയച്ച ആളുകളെന്ന് പറയുന്നത് മൂപ്പന്മാരല്ല. അവരാരാണ്? പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരുമാണ്. അപ്പോൾ അന്ത്യോക്യയിൽ നിന്ന് അയച്ചതുപോലെ മിഷണറിമാരെ അയക്കണമെങ്കിൽ മിഷണറിമാരുടെ മേൽ കൈവയ്ക്കാനായിട്ട് പ്രവാചകന്മാരുണ്ടായിരിക്കണം എന്നത് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന വളരെ ലളിതമായിരിക്കുന്ന ഒരു ഒബ്സർവേഷനാണ്, അല്ലേ? ആരെയാണ് ബർന്നബാസിനെയും പൗലോസിനെയും കൈവച്ചയച്ചത്? ആരാണ് അത്? ഉപദേഷ്ടാക്കന്മാരും പ്രവാചകന്മാരുമാണ്, മൂപ്പന്മാരല്ല. അപ്പോൾ ഇന്ന് മൂപ്പന്മാരാണ് മിഷണറിമാരെ ആക്കാനായിട്ട് കൈവയ്ക്കുന്നത്. അപ്പോൾ അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരല്പ വ്യത്യാസം വരുത്തിയാലും കുഴപ്പമില്ല. അത് ശരി. അപ്പോൾ മൂപ്പന്മാരെ ആക്കുന്നത് ആരാണ്? അത് മിഷണറിമാരാണ്. മറ്റാർക്കും മൂപ്പന്മാരെ ആക്കാൻ പറ്റത്തില്ല. അതിലൊരു അല്പമായി വരുത്തിയാൽ എന്താ കുഴപ്പം? ഇതിലായി വരുത്താമല്ലോ. അതായത് മൂപ്പന്മാരെ മിഷണറിമാരെ ആക്കുന്ന കാര്യത്തിൽ അത്രയും നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. അവർ പ്രവാചകന്മാരാകണമെന്നുള്ള നിർബന്ധവും നമുക്കില്ല. അത് മൂപ്പന്മാർക്ക് ചെയ്യാം. പക്ഷേ മൂപ്പന്മാരെ ആക്കുന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു അയവും സാധിക്കുകയില്ല. മിഷണറിമാർ തന്നെ ആക്കണം. അപ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ഈ സഹോദരന്മാരോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, സഹോദരന്മാർ ഇതിൽ ഈ ആശയം പഠിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കുന്നത്, മിഷണറിമാരെ ആരാണ് ആക്കേണ്ടത്? ആരാണ് മിഷണറിമാരുടെ മേൽ കൈവയ്ക്കേണ്ടത്? അതിന് യോഗ്യതയുള്ള ആരെങ്കിലും നിങ്ങളുടെ മധ്യത്തിലുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. ഞാൻ പ്രവാചകനാണ്, എനിക്ക് മിഷണറിമാരുടെ മേൽ കൈവയ്ക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയാനുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള ആളുകൾ ആരുണ്ടോ? എൻ്റെ അറിവിലില്ല. അങ്ങനെ ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. അന്ത്യോക്യയിൽ മിഷണറിമാരെ വേർതിരിച്ചതാണ് നമ്മുടെ മാതൃകയെങ്കിൽ, ആ നിലയിൽ തന്നെയാണ് മിഷണറിമാരെ വേർതിരിക്കേണ്ടതെങ്കിൽ മിഷണറിമാരുടെ മേൽ കൈവയ്ക്കേണ്ടത് പ്രവാചകന്മാരാണ്. അല്ലാതെ സാധാരണ മൂപ്പന്മാർക്ക് കൈവയ്ക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയല്ല സംഭവിച്ചത്. അതുകൊണ്ടാണ്. ശരി, ഞാനിപ്പോൾ ആദ്യത്തെ എൻ്റെ പ്രസ്താവന പറഞ്ഞു. അത് വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളതായിരിക്കുന്ന ആളുകൾ ഒരു സഭയിൽ ഐക്യതയോടുകൂടെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ആ സഭയുടെ സൗന്ദര്യമാണ്. പശ്ചാത്തലം ഒന്നും നോക്കത്തില്ല, നിറം നോക്കുകയില്ല, അവരുടെ പണം നോക്കുകയില്ല, അവരുടെ പഠിപ്പ് നോക്കത്തില്ല, അവർ ദൈവമക്കളാണ് എന്നുള്ളൊരു കാര്യം മാത്രമേ നോക്കുകയുള്ളൂ. അങ്ങനെയാണോ നമ്മൾ? ആദ്യമേ കാണുമ്പോൾ തന്നെ ആളിനെ നോക്കിച്ച് പറയാം, നിറം ഇച്ചിരി കുറവാണ് അല്ലേ, അതുകൊണ്ട് ആളിന് ഇച്ചിരി ഗെറ്റപ്പ് കുറവാണ് അല്ലേ. എൻ്റെ പൊന്നെ, അങ്ങനെയാ മനുഷ്യർ നോക്കുന്നത്. സഭയിലുള്ള ആൾക്കാർ നിറമില്ലെന്ന്. ചിലർക്ക് വിദ്യാഭ്യാസമില്ല, ചിലർക്ക് പണമില്ല, അതിൻ്റെയൊക്കെ പേരിലങ്ങ് ആളുകളെ അങ്ങ് വേർതിരിക്കുക. അയ്യോ, അത് ശരിയല്ലല്ലോ. നമ്മൾ ദുഷ്ടന്മാരാണ്, പാപികളാണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അത് കേട്ടോ. നമ്മുടെ കണ്ണുകൾ ഈ വ്യത്യാസങ്ങളൊന്നും കാണാതെ കർത്താവ് കാണുന്നത് പോലെ
ദൈവമക്കളെ ദൈവമക്കളായി കാണാനുള്ള ഒരു മനസ്സ് ഉണ്ടാകണം എന്നതാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത് പറയുന്ന കാര്യം, രണ്ടാമത്തെ വാക്യം, എനിക്കെല്ലാം പറയാനായിട്ട് സമയമില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം, എങ്കിലും ഞാൻ രണ്ടാമത്തെ കാര്യം പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ട് ഇരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയണം, ഒന്ന് രണ്ട് കാര്യങ്ങൾ വേണം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ഹൃദയം, ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് പ്രാപിക്കണമെങ്കിൽ, ദൈവികമായിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെ സത്യസന്ധമായി ആരാധിക്കുന്നവരും നന്നായി പ്രാർത്ഥിക്കുന്ന ആളുകളുമായിരിക്കണം. അല്ലാതെ നമുക്ക് പറ്റില്ല. ഹൗ ഡു വി ഗെയിൻ എ പെർസ്പെക്റ്റീവ് ഓഫ് ഗോഡ് ഇൻ അവർ ലൈഫ്? ദൈവികമായ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഈ ബർന്നബാസിനെയും ശൗലിനെയും ലോകത്തിൻ്റെ അന്ത്യത്തോളം സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് വിടണം എന്ന ഒരു ദർശനം, അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് ലഭിക്കണമെങ്കിൽ അത് അവർ ദൈവത്തെ സത്യസന്ധമായി ആരാധിക്കുന്ന ആളുകളും അതുപോലെ തന്നെ നന്നായി പ്രാർത്ഥിക്കുന്ന ആളുകളും ഒക്കെ ആണെങ്കിലേ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടാവുകയുള്ളൂ എന്നാണ് ഞാനതിൻ്റെ ഒരു ജനറൽ ഒബ്സർവേഷനായിട്ട് ഞാനതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. അവർ കർത്താവിനെ ആരാധിച്ചു. ഈ ആരാധിച്ചു എന്ന് പറയുന്ന ആ വാക്ക് പുതിയ നിയമത്തിൽ 2 പ്രാവശ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ ആരാധിക്കുക എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് പുതിയ നിയമത്തിൽ 2 പ്രാവശ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ഒരു പ്രാവശ്യം ഇവിടെയാണ്. പിന്നീട് എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായത്തിലും ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ആരാധനയ്ക്ക് വേണ്ടിയുള്ള വളരെ ശക്തമായിരിക്കുന്നൊരു വാക്കാണ്. പഴയ നിയമത്തിൽ പുരോഹിതന്മാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ശുശ്രൂഷ എന്ന നിലയിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ സത്യദൈവത്തെ ഗൗരവമായി ആരാധിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു വാക്കാണ് അത്. അവരങ്ങനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് ബഹുമാനം കൊടുക്കുവാൻ നമ്മൾ മനസ്സ് വയ്ക്കുന്നതാണ്. ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് ബഹുമാനം കൊടുക്കാനായിട്ട് മനസ്സ് വയ്ക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതം രൂപാന്തരപ്പെടുവാനുള്ള ഏറ്റവും വലിയ മുഖാന്തരം എന്ന് പറയുന്നത് ദൈവവുമായുള്ള ആ എൻകൗണ്ടറാണ്. ദൈവത്തെ തിരിച്ചറിഞ്ഞു, ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്നുള്ള ആ നിലയിൽ ദൈവത്തെ ആരാധിക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ദൈവഹിതം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനെക്കുറിച്ച് രണ്ടാമത്തെ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ പറയാം. ഉപവസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ, അങ്ങനെ അവിടെ 4 പാർട്ടിസിപ്പിൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. 4 പാർട്ടിസിപ്പിൾ രണ്ടാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് കാണാം. ഒന്നാമത് ആരാധിച്ചു എന്ന് പറയുന്നതായിരിക്കുന്ന ആ പ്രവൃത്തി, രണ്ടാമത്തത് ഉപവസിച്ചു എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം, മൂന്നാമത് പറയുന്നത് 4 കാര്യമുണ്ടല്ലോ. ആരാധിച്ചു, ഉപവസിച്ചു, അതെ. എനിവേ, ഞാനത് അടുത്ത ആഴ്ച നിങ്ങളോട് പറയാം. 4 പാർട്ടിസിപ്പിൾസ് ഞാനത് ഇവിടെ കണ്ടായിരുന്നു. ശരി. എനിവേ, ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്, അവരങ്ങനെ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഉപവസിച്ചു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയാണല്ലോ. ഉപവാസത്തെക്കുറിച്ച് കൂടെ ഞാനൊരു വാക്ക് പറയാം. ഉപവസിക്കാനുള്ള കൽപ്പനയില്ല കേട്ടോ. പുതിയ നിയമത്തിൽ നിങ്ങൾ ഉപവസിക്കണമെന്നുള്ളതായിരിക്കും ഒരു കൽപ്പന എങ്ങുമില്ല. ഉപവസിക്കുക എന്ന് പറയുന്നത് കൽപ്പനയായി വിചാരിക്കുന്ന സമൂഹങ്ങളുണ്ട്. നിങ്ങൾ ഉപവസിച്ചേ ഒക്കത്തുള്ളൂ എന്ന് പറയും. എങ്കിലും ഞാൻ പറയാം, ഉപവസിക്കുന്നൊരു നല്ല കാര്യം. ഉപവസിക്കാൻ കൽപ്പനയില്ല എന്നുള്ളത് ശരിയാണ്. ആളുകൾ ഉപവസിക്കാനാണ് നിർബന്ധിക്കാനും നമുക്ക് പറ്റത്തില്ല. എന്നാൽ ഉപവാസം എന്ന് പറയുന്നത് ഒരു നല്ല ഒരു അനുഭവമാണ്. നിങ്ങളുടെ എത്ര പേര് ഉപവസിക്കുന്നവരാണെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഞാനതിനെ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. വല്ലപ്പോഴുമൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. ഇത് സഭയായിട്ട് അവർ ചെയ്ത കാര്യമായിട്ടാണ് പറയുന്നത്. അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ 5 പേരാണോ ഉപവസിച്ചത് അതോ അവരുടെ കൂടെ ഉപവസിക്കാനായിട്ട് വേറെ ആൾക്കാരുണ്ടായിരുന്നു എന്നൊന്നും നമുക്കറിയത്തില്ല. ഏതായാലും കുറഞ്ഞ പക്ഷേ ഈ 5 ആൾക്കാരെങ്കിലും ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്ന് അവരെക്കുറിച്ച് വിചാരിക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പം അതാണ് ഞാനതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്.
അപ്പോൾ ഇവിടെ ബർന്നബാസിനെയും ശൗലിനെയും വേർതിരിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങളതിൽ കുറിച്ച് ശ്രദ്ധിക്കണം. പൗലോസിനെയും ബർന്നബാസിനെയും വേർതിരിക്കുക എന്ന് പറയുന്ന കൽപ്പനയിൽ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഒരു പുതിയ വേലയ്ക്ക് വേണ്ടി അവരെ വിളിക്കുകയല്ല, പിന്നെയോ ദൈവം അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട്. ദൈവം ഏത് വേലയ്ക്ക് വേണ്ടിയാണോ അവരെ വിളിച്ചിരിക്കുന്നത് ആ വേലയ്ക്ക് വേണ്ടി അവരെ വേർതിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിളിച്ചിരിക്കുക എന്ന് പറയുന്ന വാക്ക് നല്ല ഒരു വാക്കാണ്. നല്ലതെന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. അതിൻ്റെ ടെൻസ് ഞാൻ പറയാം, അത് നിങ്ങൾ അറിയുന്നത് നല്ലതാണ്. ആ ടെൻസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയും. ഗ്രീക്കിൽ 7 ടെൻസ് ഉണ്ട്. അതിൽ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ടെൻസാണ് ഈ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, പിന്നെ ഏർസ്റ്റ്, പെർഫെക്റ്റ്, പ്ലൂ പെർഫെക്റ്റ്, ഫ്യൂച്ചർ, അങ്ങനെ ഒരുപാട് സാധനം ഉണ്ട് ഗ്രീക്കിൽ. അതിൽ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ജോസ് മാത്യു സഹോദരൻ അറിയായിരിക്കും അല്ലേ? പെർഫെക്റ്റ് ടെൻസിൻ്റെ പ്രത്യേകത എന്താ? പെർഫെക്റ്റ് ടെൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സംതിങ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ് വിത്ത് എ പ്രസൻറ്റ് റിസൾട്ട്. വർത്തമാനകാലത്ത് നിലനിൽക്കുന്ന ഫലമുള്ള പഴയ കാലത്ത് സംഭവിച്ച ഒരു കാര്യം അതിനെ വിശദീകരിക്കാനായിട്ടാണ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് വിളിച്ചിരിക്കുന്ന ആ വിളി എപ്പോഴാണ് സംഭവിച്ചത്? പഴയ കാലത്ത് സംഭവിച്ചതാണ്. അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചാണെങ്കിൽ ദമസ്കോസിലേക്ക് പോകുന്ന ആ യാത്രയിൽ കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് തനിക്ക് നൽകുന്നതായിരിക്കുന്ന വിളിയാണ് ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷ പ്രവർത്തനത്തിനായിട്ടുള്ള നിയോഗം എന്ന് പറയുന്നത് തനിക്ക് ലഭിച്ച ആ വിളിയാണ്. പക്ഷേങ്കിൽ പണ്ടൊരു വിളി കിട്ടിയതായിരുന്നു അല്ലേ? അന്നുണ്ടായിരുന്നു. ഇന്നെന്ത് പറ്റി? ഇന്നും അതുണ്ട് കേട്ടോ. അതാണ് ഈ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞതിൻ്റെ പ്രത്യേകത. ഏതാ? എ കോൾ ഓർ സംതിങ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് വിത്ത് ദ പ്രസൻറ്റ് റിസൾട്ട്. വർത്തമാനകാലത്ത് നിലനിൽക്കുന്ന ഫലമുള്ള കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാമെന്ന് പറയുന്നതാണ്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിനെയും ബർന്നബാസിനെയും ദൈവം വേലയ്ക്കായിട്ട് നേരത്തെ തന്നെ വിളിച്ച ആളുകളാണ്. പൗലോസിനെ സംബന്ധിച്ചൊരു 13 വർഷത്തെ മിഷണറി പരിചയം, മിഷണറി പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലം അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിട്ടുണ്ട്. ബർന്നബാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം 12 അപ്പോസ്തലന്മാരോടുകൂടെ വളരെ സജീവമായി പ്രവർത്തിച്ച് യെരുശലേമിലെ സഭയിൽ പ്രസിദ്ധനായി തീർന്നയാളാണ്. പിന്നീട് അദ്ദേഹം അന്ത്യോക്യയിലേക്ക് വന്നയാളാണ്, അന്ത്യോക്യയിലേക്ക് അയച്ച ആളാണ്. അപ്പം മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത് ബർന്നബാസിനെ സംബന്ധിച്ചൊരു പുതിയ സംഭവം അല്ല. അപ്പം പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞതായിരിക്കുന്ന കാര്യം ഒരു പുതിയ കാര്യം ചെയ്യാനായിട്ട് അവരെ വേർതിരിക്കണം എന്നുള്ള കാര്യമല്ല. പിന്നെയോ അവർ ചെയ്തു വന്ന, വിളിക്കപ്പെട്ട, അവരെ ദൈവം ഏൽപ്പിച്ച ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ വേർതിരിക്കണം എന്ന കാര്യമാണ് പരിശുദ്ധാത്മാവരോട് പറയുന്നത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. പുതിയ വേലയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന വിളിയല്ല ഇത്, അവരെ ഏൽപ്പിച്ച വേല തികയ്ക്കുന്നതിന് വേണ്ടിയുള്ള വിളിയാണ്. രണ്ടാമത് പറയാനുള്ളത്, ഈ വിളി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായ രീതിയിൽ അവരോട് പറഞ്ഞതാണ്. അപ്പം പൗലോസിനെയും ബർന്നബാസിനെയും വേർതിരിക്കണമെന്നുള്ള കാര്യം സഹോദരന്മാരുടെ ഹൃദയത്തിൽ തോന്നിയ ഒരു ചിന്തയല്ല. സഭയായിട്ട് അവർ പറഞ്ഞു നമുക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി 2 പേരെ അയക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്ത് പറയും നിങ്ങൾ? ഒരാൾ പറഞ്ഞു പൗലോസിനെ കൊള്ളാം, അവിടെ വേറൊരാൾ പറഞ്ഞു അല്ല ബർന്നബാസിനെ കൊണ്ട് നമുക്ക് വിടാം. അങ്ങനെയല്ല കേട്ടോ. ഇത് അവരെടുത്തതായിരിക്കുന്ന തീരുമാനമല്ല. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് അവരോട് പറഞ്ഞ കാര്യമാണ്. എങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പ്രവാചകന്മാരാ കേട്ടോ. ഇവർ പ്രവാചകന്മാരായതുകൊണ്ട് അതിലെ ഒരു പ്രവാചകൻ എഴുന്നേറ്റ് നിന്നിട്ടാണോ ഇരുന്നിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം പറഞ്ഞു എനിക്കൊരു വെളിപ്പാട് കിട്ടി, ദൈവം എന്നോട് സന്ദേശം എനിക്ക് തന്നു, അത് നിങ്ങളോട് പറയാൻ പോവുക. എന്താണെന്ന് ചോദിച്ചാൽ ബർന്നബാസിനെയും പൗലോസിനെയും അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിക്കുക എന്ന് ദൈവം പറയുന്നു, പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ സഹോദരന്മാരോട് ചോദിക്കുക, 13-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിനെയും ബർന്നബാസിനെയും വേർതിരിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി മനുഷ്യർക്ക് കേൾക്കാവുന്ന നിലയിൽ ഒരു നിർദ്ദേശം കൊടുത്തിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇന്ന് മിഷണറിമാരെ ആക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അങ്ങനെയുള്ള വെളിപ്പാട് വല്ലതും ഉണ്ടോ?
കേട്ടാൽ കൊള്ളാം, അറിഞ്ഞാൽ കൊള്ളാം. അതായത് ഇന്നയാളിനെ മിഷണറിയായിട്ട് വേർപെടുത്തുക എന്നെന്ത് ചെയ്തു? ആര് പറഞ്ഞു? പരിശുദ്ധാത്മാവ് എഴുന്നേറ്റെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സഹോദരന്മാരോട് പറഞ്ഞാൽ അവർ പറഞ്ഞ ആളിനെ ഉപദ്രവിക്കാൻ കേട്ടോ, അവർ സമ്മതിക്കുകയില്ല. അതെനിക്കറിയാതെ അവർ തന്നെ മരിച്ചത്, അതുകൊണ്ടാണ് അവർ സമ്മതിക്കില്ല. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ മീറ്റിങ്ങിൽ ഒരാളിരിക്കുന്ന ചാടി എഴുന്നേറ്റ് എന്ന് പറയാം, നമുക്ക് ഇന്ന ആളിനെ മിഷണറിയായിട്ട് വേർതിരിക്കണം എന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരന്മാർ ഇരിക്കണം അവിടെ. അങ്ങനെയൊന്നും ദൈവം പറയുന്നില്ല, അങ്ങനെ നടക്കില്ല അത്. അപ്പോൾ പറഞ്ഞ് ഈ അന്ത്യോക്യയിൽ സംഭവിച്ച കാര്യം നമുക്ക് മാതൃകയാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ എത്രത്തോളം മാതൃകയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കണം. പരിശുദ്ധാത്മാവ് ആരോടും പറഞ്ഞിട്ടാണോ അവരെ വേർതിരിക്കുന്നത്? അങ്ങനെ ഒരു പ്രത്യേകമായിരിക്കുന്ന കാര്യമുണ്ടോ? അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അന്ത്യോക്യയിലെ സംഭവം ആവർത്തിക്കാൻ കഴിയാത്ത നിസ്തുല്യമായൊരു സംഭവമാണ്. അത് ഇതിൽ നിന്ന് പ്രമാണങ്ങൾ നമുക്കുണ്ട്, ശരിയാണ്, എനിക്കതിനെക്കുറിച്ച് തർക്കമൊന്നുമില്ല. പക്ഷേങ്കിൽ അന്ത്യോക്യയിൽ എങ്ങനെയാണോ ആൾക്കാരെ അപ്പസ്തലന്മാരായിട്ട് വിട്ടത്, മിഷണറിമാരായിട്ട് വിട്ടത്, അതുപോലെയാണ് നമ്മളും വിടുന്നത്. അത് മനസ്സിരിക്കട്ടെ, ആ പണി നടക്കൂല. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നേരിട്ട് അവരോട് പറഞ്ഞ കാര്യമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, എന്നിട്ട് ഞാൻ അടുത്ത ആഴ്ചയിൽ ഇതിനെക്കുറിച്ച് അല്പം കൂടെ വിശദമായിട്ട് നിങ്ങളോട് പറയാം. മൂന്നാമത്, ഈ രണ്ടാമത്തെ വാക്യത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ വേർതിരിക്കാനായിട്ട് പറഞ്ഞ ആൾക്കാർ, അപ്പോൾ അവരെ നേരത്തെ തന്നെ ദൈവം വിളിച്ചതാണ്, അവർക്ക് ഈ വേല കർത്താവ് പരമേൽപ്പിച്ചതാണ്. അന്ത്യോക്യയിലെ സഭയൊന്നും കൊടുത്ത വേലയല്ല കേട്ടോ. അന്ത്യോക്യയിലെ സഭയൊന്നും അപ്പസ്തലനായ പൗലോസിനും ബർന്നബാസിനും ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കാനായിട്ട് അവർക്ക് കഴിയത്തുമില്ല, കൊടുത്താൽ അങ്ങോട്ട് വാങ്ങിക്കത്തുമില്ല. കാര്യം എന്ന് ചോദിച്ചാൽ, അപ്പസ്തലനായ പൗലോസിനെ അപ്പസ്തലനാക്കിയത് സഭയല്ല. ആ കാര്യം വ്യക്തമായിട്ട് അപ്പസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. മനുഷ്യനിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, പിതാവായ ദൈവത്താലും കർത്താവായ യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായ പൗലോസിൻ്റെ അപ്പോസ്തലത്വത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ലോകത്തുള്ള ഒരു മനുഷ്യരോടും കടപ്പാടില്ല, ഒരു സഭയോടും കടപ്പാടില്ല. അദ്ദേഹം കർത്താവായ യേശുക്രിസ്തുവിനാൽ അപ്പോസ്തലനായിട്ട് വേർതിരിക്കപ്പെട്ട ആളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വേലക്കാരവരെ വേർതിരിക്കുക എന്ന് പറഞ്ഞപ്പോഴേ, പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പോൾ ഞാൻ മൂന്നാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അന്ത്യോക്യയിൽ വേർതിരിച്ചതായിരിക്കുന്ന ആളുകളെ പോലെ ഉള്ള ആളുകളെ വേർതിരിക്കാനായിട്ട് ഇന്ന് ലഭ്യമല്ല എന്ന കാര്യമാണ് ഞാൻ പറയാറുള്ളത്. പൗലോസിനെയും ബർന്നബാസിനെയും പോലെയുള്ള ആളുകളെ നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് അന്ത്യോക്യയിൽ അന്ന് സംഭവിച്ച കാര്യമാണ്. അവരെ പോലെയുള്ള ആളുകളെ അതിന് പിന്നാലെ ദൈവം അയച്ചിട്ടുമില്ല. പൗലോസിനെ പോലെയുള്ള ഒരാളിനെ മിഷണറിയാക്കാനായിട്ട് കിട്ടുമോ? അത് ശരി, അതല്ല കാര്യം, കിട്ടത്തില്ലെന്നേ. ബർന്നബാസിനെ പോലുള്ള ഒരാളിനെ കിട്ടുമോ മിഷണറിയാക്കാനായിട്ട്? അതും കിട്ടുകയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, അന്ത്യോക്യയിലെ സഭ ചെയ്തതായിരിക്കുന്ന കാര്യം ആവർത്തിക്കുവാൻ കഴിയാത്തൊരു കാര്യമാണ്. നിങ്ങൾ പൗലോസിനെ പോലെ ഒരാളിനെ കണ്ടുപിടിച്ചതിന് ശേഷം ഞങ്ങളിപ്പോൾ അദ്ദേഹത്തെ അപ്പോസ്തലനാക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചാൽ കേട്ടോ, എനിക്കത് യാതൊരു മടിയില്ല. പക്ഷേ പൗലോസിനെ പോലുള്ള ആളായിരിക്കണം, അല്ലാത്തവരെ പിടിച്ചാക്കിയാൽ ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടത്തില്ല. പൗലോസിനെയും കിട്ടത്തില്ല, ബർന്നബാസിനെയും കിട്ടുകയില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് അപ്പോസ്തലന്മാരായിട്ട് നിയമിക്കുന്ന ഈ ആൾക്കാർ അന്ത്യോക്യയിലെ സഭ ചെയ്തതുപോലെയുള്ളൊരു പരിപാടിയല്ല. അങ്ങനെ ഒരു പരിപാടി ചെയ്യുവാൻ ഇന്ന് ആർക്കും സാധിക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നേരിട്ടുള്ള നിയോഗമനുസരിച്ച് അവിടെയുള്ള പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരുമായിരിക്കുന്ന ഈ ആളുകൾ വളരെ നിസ്തുല്യരായിട്ടുള്ള 2 പേരെ അവരെ ഏൽപ്പിച്ച വേലയ്ക്കായിട്ട് വേർതിരിക്കുന്ന അല്ലെങ്കിൽ മാറ്റിവെക്കുന്ന കാര്യമാണ് നമുക്ക് അപ്പസ്തല പ്രവൃത്തികൾ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് അതിനെ മാതൃകയാക്കി ഞങ്ങളിപ്പോൾ അപ്പസ്തലന്മാരെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കൃത്യമായ രീതിയിൽ ഈ വേദഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യമല്ല എന്ന് നിങ്ങൾക്കും ബോധ്യമാകും. അതുകൊണ്ട് മിഷണന്മാരെ വേണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്. അവരെ സൃഷ്ടിക്കുന്നത് ഈ പറഞ്ഞ രീതിയിലാണ് എന്ന് പറഞ്ഞ കാര്യം സ്വീകാര്യമായ കാര്യമല്ല. അത് ഞാൻ എന്തുകൊണ്ട് സ്വീകാര്യമല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പിന്നീട് നിങ്ങളോട് പറയാം. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനായിട്ട് ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം നമുക്ക് വേണം. എങ്കിലേ ദൈവത്തിൻ്റെ ഒരു മനോഭാവം, ദൈവത്തിൻ്റെ ഹൃദയം നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവം നമുക്ക് വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകളെ തരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന
ഒരുമിച്ച് ചേർന്ന് ദൈവവേല ചെയ്യുന്ന ആ അനുഗ്രഹീതമായ അവസ്ഥ നമുക്ക് ഉണ്ടാകണം. പിന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് പോലെ തന്നെ ദൈവവേലയിൽ നമ്മൾ സമർത്ഥമായ പങ്കുള്ളവരായിട്ട് നമ്മൾ തീരണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട പിതാവേ, അവിടുന്ന് ഞങ്ങളോട് പറയുന്ന അവിടുത്തെ വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകളെ ഞങ്ങളോട് ഒരുമിച്ച് ചേർത്തപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ ഏക ഹൃദയത്തോടെ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിൽ പ്രവർത്തിക്കുവാനായിട്ടുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വേലയിൽ സമർത്ഥമായൊരു പങ്കുമോഹരിയും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.